അല്ലാതെ നമ്മുടെ നടപ്പിനാലാണ് അവർ ലജ്ജിക്കുന്നത് എന്ന് 1 കൊരിന്ത്യരിൽ പറയുന്നില്ലല്ലോ. സോ നമ്മുടെ നടപ്പ് പറയുമ്പോൾ അതിന് ജസ്റ്റ് ഒരു ചെറിയ കാര്യം, അബ്രഹാം, ദാവീദ്, ഇവരുടെ നടപ്പൊന്ന് ശ്രദ്ധിച്ചേ. ഇവരെങ്ങനെ നടന്നു? ഇവരുടെ കഴിവല്ലല്ലോ. നമ്മൾ സ്വയമേ നടക്കാനല്ലല്ലോ ദൈവം നമ്മളെ തിരഞ്ഞെടുത്തത്. നമുക്ക് സ്വയമേ നടക്കാൻ കഴിയത്തില്ല. പക്ഷെ ദൈവമായിട്ട് ആ അടുത്ത ബന്ധമുണ്ടെങ്കിൽ നമ്മുടെ നടപ്പിന് എന്തോ കാണും, ആ പ്രത്യേകതയുണ്ടെന്നേ. ആ ഫറവോൻ എവിടെ? പോത്തിഫോറിനെ നോക്കിക്കേ. പോത്തിഫോർ യോസെഫിനെ നോക്കുമ്പോൾ എൻ്റെ ഭാര്യ പറഞ്ഞത് സത്യമല്ല, അല്ലെങ്കിൽ പോത്തിഫോറിന് യോസെഫിനെ കൊല്ലാം, അത്രയും അധികാരം ആർക്കുണ്ട്? പോത്തിഫോറിനുണ്ട്. പോത്തിഫോറിന് നല്ലപോലെ അറിയാം എൻ്റെ ഭാര്യയുടെ കയ്യിൽ ആ കോട്ടുണ്ടെങ്കിലും അവൾ പറയുന്നത് സത്യമല്ല. കാരണം ഞാൻ കണ്ടിട്ടുണ്ട്, ഈ അടിമ എൻ്റെ ഭവനത്തിൽ എന്ന് വന്നോ അന്ന് മുതൽ ഞാൻ സാക്ഷിയാ, ഇവൻ്റെ കൂടെ ദൈവമുണ്ട്. ഇല്ലേ? വചനത്തിൽ എഴുതിയിട്ടുണ്ടോ? ഇവൻ ഒരടിമയാ. ഇവൻ്റെ കയ്യിൽ ചങ്ങല ഉണ്ടെങ്കിലും, ഇവൻ്റെ സ്വന്തം സഹോദരന്മാർ ഇവനെ വിറ്റതാണെങ്കിലും ഇവൻ്റെ കൂടെ ആരുണ്ട്? അതുകൊണ്ടല്ലയോ പോത്തിഫോർ ഭവനത്തിൻ്റെ കംപ്ലീറ്റ് ഉത്തരവാദിത്വം ആരെ ഏൽപ്പിച്ചേ? യോസെഫിനെ. കാരാഗൃഹത്തിൽ കിടക്കുമ്പോഴും അവിടുത്തെ പ്രമാണി യോസെഫിനെ നോക്കുമ്പോൾ പറയുന്നത് എന്താ? ഇങ്ങനത്തെ ഒരു വ്യക്തി എൻ്റെ കാരാഗൃഹത്തിൽ ഇതുവരെ വന്നിട്ടില്ല. ഇവൻ ഒരു പ്രത്യേകതയുണ്ടെന്നേ. ഇവൻ മറ്റവരുടെ പോലെ അല്ല. അതുകൊണ്ട് കാരാഗൃഹത്തിൻ്റെ ഉത്തരവാദിത്വം മുഴുവൻ ആർക്ക്? ആ കാരാഗൃഹത്തിൽ കിടക്കുന്നവൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു. നമ്മളെ ആ ലോകം നോക്കുന്നുണ്ട്. എൻ്റെ കുടുംബം, എൻ്റെ ഭാര്യ, എൻ്റെ മക്കൾ, എൻ്റെ ബന്ധക്കാർ, എൻ്റെ അയൽവക്കക്കാർ, എന്നെ അറിയുന്ന എത്ര പേരുണ്ട്, അവർ എന്നെ നോക്കി അവരെന്തുവാ പറയുന്നേ? ഞാൻ സാക്ഷ്യം പറയുന്നുണ്ട്, പക്ഷെ എൻ്റെ സാക്ഷ്യത്തിന് ഒരു വിലയുമില്ല. എന്നെക്കുറിച്ച് മറ്റോരെന്തുവാ സാക്ഷ്യം പറയുന്നത്, അതാ വിലയുള്ളത്. ആണോ? അവരെന്നെക്കുറിച്ച് എന്തോ പറയുന്നു. നമ്മൾ ഇന്ന് ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്തേ. ഞാൻ മറ്റവർക്ക് വേണ്ടി ഇടർച്ചയാണോ? ഞാൻ ക്രിസ്തുവിനെ കുറിച്ച് മറ്റവരോട് പറയുന്നുണ്ട്, അവർ ക്രിസ്തുവിനെ എന്നിൽ കാണുന്നുണ്ടോ? ക്രിസ്തു നമ്മുടെ മുമ്പേ നടന്ന് മാതൃക തന്നോ? ഞാൻ ക്രിസ്തു നടന്ന പോലെ നടക്കേണ്ടിയവനാണോ? ക്രിസ്തു നടന്ന പോലെ ഞാൻ നടക്കുന്നുണ്ടോ? അല്ല, ഞാൻ ശ്രമിക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കുറേ നാളായി ഞാൻ സ്നാനപ്പെട്ടവനാ, ഞാൻ യേശുവിനെ കർത്താവായി സ്വീകരിച്ചവനാ, തിരുമേശയിൽ പങ്കെടുക്കുന്നവനാ. എന്താ എനിക്കിന്നും ക്രിസ്തു നടന്ന പോലെ നടക്കാൻ കഴിയാത്തത്? പൂർണ്ണ മനുഷ്യനായിട്ടില്ലയോ നടന്നത്? നമുക്ക് ഒത്തിരി എക്സ്ക്യൂസ് ഉണ്ട്. ഞാൻ നടക്കാൻ എന്തോ ചെയ്യുന്നുണ്ട്? ശ്രമിക്കുന്നുണ്ട്. നമ്മളെ ശ്രമിക്കാനാണോ നമ്മളോട് പറഞ്ഞത്? മനസ്സുണ്ടെങ്കിൽ വീഴാതെ നടത്തുവാൻ ശക്തനാണോ? പറഞ്ഞേട്ടെ. നമ്മുടെ കൂടെ വന്ന് വസിക്കുന്നത്, മനുഷ്യനായ ക്രിസ്തുവിൻ്റെ അകത്ത് വസിച്ച് ആ ത്രിത്വം പൂർണ്ണതയോടെ ഈ മൺകൂടാരത്തിലുണ്ടോ? പറഞ്ഞേ. ഞാൻ ദുരുപദേശമാണോ പറയുന്നത്, അതോ വചനമാണോ? മനുഷ്യനായ ക്രിസ്തുവിൻ്റെ അകത്ത് വസിച്ച ആ ദൈവത്വത്തിൻ്റെ പൂർണ്ണത ഈ മൺകൂടാരത്തിലുണ്ടോ? പറഞ്ഞേ. ഇല്ല. ഉണ്ടോ?
സോ പിന്നെ നടക്കാൻ എന്താ ഇത്രയും പ്രയാസം? എന്താ? ദൈവമാകത്ത് വസിക്കുന്നത്. ദൈവത്തിൻ്റെ ആത്മാവ് മാത്രമല്ല, ആരുണ്ട്? പൂർണ്ണതയോട് വസിക്കുക. ആ ദൈവം തന്നെത്താൻ ഒന്ന് വെളിപ്പെടുത്തിയാൽ എങ്ങനെയിരിക്കും? സിംസോന്റെ അകത്തുണ്ടായിരുന്ന ആ ആത്മാവ് തന്നെയാണോ പൂർണ്ണ ബലത്തോട് ഇതിൻ്റെ അകത്തുള്ളത്? ആണോ? പറഞ്ഞേ. ചെറുപ്പക്കാർ ഇവിടെ ഉണ്ടല്ലോ. ഉച്ചയ്ക്ക് കഞ്ഞി കിട്ടിയോ? ഇല്ല. പാസ്റ്ററെ കൊടുത്തില്ല. സിംസോനിന്റെ അകത്ത് വസിച്ചവൻ തന്നെയാ എവിടെ? ഇല്ലേ? ദാവീദിന്റെ അകത്തുണ്ടായിരുന്നവൻ, ദാവീദുമായി ബന്ധമുള്ള ആ ദൈവം തന്നെയാണോ? ഇല്ലേ? ഒരു ഇടയനെ രാജ്യത്തിൻ്റെ ആരാക്കി? ദാവീദിന്റെ കഴിവല്ല, ദാവീദിന്റെ സാമർഥ്യമല്ല. അവൻ വിശ്വസിച്ച്, അവൻ ആശ്രയിച്ച ആ ദൈവമാ അവനെ ആ ഇടയന്റെ സ്ഥാനത്ത് നിന്ന് എവിടെ ആക്കിയേ? ആവശ്യമായി ജ്ഞാനം കൊടുത്തോ? ആ ഒരു വ്യക്തി ദാവീദ്. സോ നമ്മുടെ ഇവിടെ വിഷയം, ഒരു ജഡവും അവൻ്റെ സന്നിധിയിൽ ദൈവം അനുവദിക്കത്തില്ല. ആ അബ്രഹാമിനെ ഒന്ന് നോക്കിയേ. തന്നെ ഏകനായിട്ടാണ് നടക്കുന്നത്. ഒരു യുദ്ധത്തിന് പോയി. എത്ര രാജാക്കന്മാരുടെ വിരോധമാണ് അബ്രഹാം യുദ്ധത്തിന് പോയത്? ഉൽപ്പത്തിയുടെ ഉണ്ടല്ലോ, വായിച്ചേ. ഏത് അധ്യായം? അതിൻ്റെ 14-ാമത്തെ അധ്യായം, അതിൻ്റെ 1 തൊട്ട് വായിച്ചേ. 1 തൊട്ട് 5-ാമത്തെ വാക്യം വരെ വായിച്ചു. ഷിനാർ രാജാവായ അമ്രാഫേൽ, എലാസാർ രാജാവായ അര്യോഗ്, ഏലാം രാജാവായ കെദോർലയോമർ, ജാതികളുടെ രാജാവായ തീദാൽ എന്നിവരുടെ കാലത്ത് ഇവർ സോദോം രാജാവായ ബേര, ഗൊമോറ രാജാവായ ബിർഷ, അദ്മ രാജാവായ ഷിനാബ്, സെബോയിം രാജാവായ ഷെമേബർ, സോവാർ എന്ന ബേലയിലെ രാജാവ് എന്നിവരോട് യുദ്ധം ചെയ്തു. ഇവരെല്ലാവരും സിദ്ദീം താഴ്വരയിൽ ഒന്നിച്ചുകൂടി. അത് ഇപ്പോൾ ഉപ്പുകടലാകുന്നു. അവർ 12 സംവത്സരം കെദോർലയോമറിന് കീഴടങ്ങിയിരുന്നു. 13-ാം സംവത്സരത്തിൽ മത്സരിച്ചു. അതുകൊണ്ട് 14-ാം സംവത്സരത്തിൽ കെദോർലയോമരെയും അവനോട് കൂടിയുള്ള രാജാക്കന്മാരും വന്ന് അസ്തെരോത്ത് കർണയീമിലെ റഫായികളെയും ഹാമിലെ സൂസ്യരെയും ഷാവേ കിര്യാത്യാമിലെ ഏമ്യരെയും സെയീർ മലയിലെ ഹോര്യരെയും മരുഭൂമിക്ക് സമീപമുള്ള ഏൽപാരാൻ വരെ തോൽപ്പിച്ചു. പിന്നെ അവർ തിരിഞ്ഞ് കാദേശ് എന്ന ഏൻ മിഷ്പാത്തിൽ വന്ന് അമാലേക്യരുടെ ദേശമൊക്കെയും ഹസെസോൻ താമാരിൽ പാർത്തിരുന്ന അമോര്യരെയും കൂടെ തോൽപ്പിച്ചു. ഇത് നിങ്ങൾ പിന്നെ തന്നെ വായിച്ചാൽ മതി. ഞാൻ പറഞ്ഞു വരുന്ന എൻ്റെ വിഷയം, ഈ ആട്ടിടയനായ അബ്രഹാം അന്യൻ നാട്ടുകാരനാ. അവൻ കനാനിയനല്ല. അന്യൻ നാട്ടിൽ നിന്ന് ദൈവശബ്ദം കേട്ട് അവൻ കനാനിയിൽ വന്നു. പിന്നെ നമ്മൾ താഴെ വായിക്കുന്നുണ്ടല്ലോ, അബ്രഹാം എന്തോ ചെയ്തു? യുദ്ധത്തിന് പോയോ? അവരെ തോൽപ്പിച്ച്, അവർ കൊള്ളയടിച്ച് കൊണ്ടുപോയതെല്ലാം തിരിച്ചു കൊണ്ടുവന്നോ? അതെങ്ങനെ? ഇനിയും ആ രാജാക്കന്മാര് അബ്രഹാം കനാനിൽ ഉള്ള കാലം ആ രാജാക്കന്മാർ ഇനിയും വരുമോ? പറഞ്ഞേ, ഇനിയും വരുമോ? അവർ യുദ്ധത്തിൽ തോറ്റ് പോയപ്പോൾ അവർ ചിന്തിക്കുന്ന ഈ പുതിയത്, ഈ സാധനമാണ് ഏത്? ഇവൻ എവിടെ നിന്ന് വന്നതാ? ഇവനെ ഇതുവരെ ഞങ്ങൾ കണ്ടിട്ടില്ലല്ലോ. ഇവൻ എവിടെ നിന്ന് വന്നതാ? ആൾക്കാർ പറയും ഇത് പുതിയതായി ഒരുത്തൻ ഊരിന്ന് വന്നതാ, ഇവൻ ഇവിടത്തുകാരനല്ല. ഞാൻ പറഞ്ഞു വരുന്നത്, എൻ്റെ കൂടെ ദൈവമുണ്ടെന്ന് പറഞ്ഞ കാര്യം നടക്കത്തില്ല. നമ്മുടെ ജീവിതം മുഖാന്തരം വെളിപ്പെടണം. എൻ്റെ കൂടെ വസിക്കുന്നവൻ ഒരു ദേവനല്ല, ഒരു പ്രവാചകനല്ല,
സർവശക്തനായ ദൈവം വസിക്കുന്നുവെന്ന് ജാതികൾ കണ്ട് അവർ ആ സാക്ഷ്യം പറയേണ്ടത്, ഞാനല്ല. അതുകൊണ്ട് ആ തീച്ചൂളയിലുള്ളപ്പം നാലാമത്തവൻ വന്നോ, എന്നാൽ മാത്രമേ നെബൂഖദ്നേസർ അവിടെ നിന്ന് ദൈവത്തെ അറിയും. സോ ഞാൻ പറയുന്നുണ്ട്, ഞാൻ ദൈവത്തിൻ്റെ പൈതല. ഞാൻ കഴിഞ്ഞ ദിവസം ദൈവദാസന്മാരുടെ കൂടെ ഇരുന്ന് ഞങ്ങൾ വചനം പഠിക്കുമ്പോൾ ആദ്യ നൂറ്റാണ്ടിൽ ദൈവദാസന്മാർ, അപ്പോസ്തലന്മാർ, അവർ നിന്ന് സത്യവചനം പ്രസംഗിച്ചപ്പം അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ടോ? അത് കണ്ട ജനം പറഞ്ഞത്, ഇവർ പ്രസംഗിക്കുന്നത് സത്യം. എനിക്ക് പ്രസംഗമുണ്ട്, നല്ല വാക്കുകൾ ഞാൻ ഉപയോഗിക്കുന്നുണ്ട്, ഞാൻ ഈ പ്രസംഗിക്കുന്ന ഇത് ദൈവ ശബ്ദമാണെന്ന് അതിൻ്റെ പ്രമാണം അത്ഭുതങ്ങളും അടയാളങ്ങളുമാണ്. അത്ഭുതങ്ങളും അടയാളങ്ങളും ദൈവമാ ചെയ്യേണ്ടി, എനിക്ക് ചെയ്യാൻ ഒക്കത്തില്ല. പറഞ്ഞു വരുന്നത്, ഞാൻ ദൈവ പൈതലാന്ന് ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ല. ദൈവം തന്നെ സാക്ഷ്യം പറയണം, ഞാൻ അബ്രഹാമും ഇസാക്കും യാക്കോബിൻ്റെ ദൈവം. സോ ആ ഒരു അനുഭവത്തിലേക്ക് വരണമെങ്കിൽ ഞാൻ ശ്രദ്ധിക്കേണ്ട വിഷയം എന്താ? ദൈവമായിട്ടുള്ള ആ ബന്ധം, അത്രയേ ഉള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ മുമ്പേ വായിച്ചേ ഉൽപ്പത്തി 1:26-27 നമ്മൾ വായിച്ചല്ലോ ആ വേദഭാഗം. ആ വേദഭാഗം ഒന്നുകൂടെ നമ്മൾ വായിച്ചതാ, ഞാൻ വായിക്കാനല്ല പറയുന്നത്. നമുക്ക് ഏദൻ തോട്ടത്തിലേക്കൊന്ന് തിരിച്ചു പോവാം. ആദാം അവിടെ നിൽക്കുമ്പോൾ ആദാം മാത്രമല്ല, അത് ജോമോൻ ഒന്ന് വരാം, പിന്നെയും അത് എക്സാമ്പിൾ പറയാൻ വേണ്ടി. ഇത് ആദാം നിൽക്കുമ്പോൾ ഇത് ആദാം അല്ല, സകല മാനവജാതിക്ക് വേണ്ടി ഒരു പ്രതിനിധിയായിട്ടാണ് നിൽക്കുന്നത്. ഒന്നുകൂടെ പറയുക, സർവശക്തനായ ദൈവത്തിൻ്റെ മുമ്പേ ആദാം നിൽക്കുമ്പോൾ ഇത് മിസ്റ്റർ ആദാം അല്ല. ആർക്കായിട്ടാണ് പ്രതിനിധിയായി നിൽക്കുന്നത്? സകല മാനവജാതിക്ക് വേണ്ടി പ്രതിനിധിയായിട്ടാണ് ഇദ്ദേഹം നിൽക്കുന്നത്. അതുകൊണ്ട് ആദാം വീണോ, സകല മാനവജാതി വീണു. കൈൻ വീഴണ്ട, ജനിച്ചപ്പോഴേ എങ്ങനാ? നമ്മൾ പാപപ്രവൃത്തികൾ ചെയ്യുന്നോണ്ടല്ല പാപികളാകുന്നത്, നമ്മൾ പാപികളായതുകൊണ്ട് പാപപ്രവൃത്തികൾ. സോ ആദാമി സകല മാനവജാതി വീണു. എത്ര വലിയ ഉത്തരവാദിത്തോടെയാ ഈ മനുഷ്യൻ ഇവിടെ നിന്നത്. ദൈവം ആദാമിനോട് ഈ ഉടമ്പടി ചെയ്യുമ്പോൾ മാനവജാതിനോടാ ചെയ്യുന്നത്. പറഞ്ഞേക്കുന്നത്, ജീവവൃക്ഷത്തിൻ്റെ ഫലം തിന്നാമോ? തിന്നാൻ പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ടോ? അഥവാ തിന്നുവാണെങ്കിൽ പ്രയോജനം എന്താ? നിത്യജീവനുണ്ട്. ജീവവൃക്ഷത്തിൻ്റെ ഫലം ആദാം ഭക്ഷിച്ചാൽ ഭക്ഷിക്കാൻ സാധ്യതയുണ്ടായിരുന്നോ? പറഞ്ഞാട്ടെ. വീഴേണ്ടിയ വല്ല ആവശ്യമുണ്ടായിരുന്നോ? വീണില്ലായിരുന്നെങ്കിൽ ത്രിത്വമായി ദൈവം വെളിപ്പെടണോ? ക്രൂശിൽ മരിക്കണോ? നമുക്ക് വേറെ വാഗ്ദാനങ്ങൾ തരണോ? മനുഷ്യന്റെ വേഷത്തിൽ വരേണ്ട ആവശ്യമുണ്ടോ? പരിശുദ്ധാത്മാവകത്ത് വസിക്കേണ്ട ആവശ്യമുണ്ടോ? ഇതൊന്നിൻ്റെ ആവശ്യമില്ലല്ലോ. ഇതെല്ലാം മനുഷ്യൻ വീണോണ്ടില്ലയോ? സോ ആദാമിന് വീഴാതെ നടക്കാമായിരുന്നു, നടക്കാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. പക്ഷെ ആദാം സ്വയമേയാ തീരുമാനിച്ചത്. ആദാം വീഴുമ്പോൾ
ഈ കരാറിൻ്റെ ഗൗരവം ആദാമിനുണ്ടോ? പറഞ്ഞേ. ഈ ദൈവമായിട്ടുള്ള ഈ ഉടമ്പടിയുടെ ഗൗരവവും ആദാമും ഹവ്വയ്ക്കും അറിയാമായിരുന്നോ? ഇല്ല. വായിച്ചേ, ഉൽപ്പത്തി പുസ്തകം 3-ാമത്തെ അധ്യായം 1 മുതൽ വായിച്ചേ. ഉൽപ്പത്തി 3:1 മുതൽ. യഹോവയായ ദൈവം ഉണ്ടാക്കിയ എല്ലാ കാട്ടുജന്തുക്കളെക്കാളും പാമ്പ് കൗശലമേറിയതായിരുന്നു. അത് സ്ത്രീയോട്, തോട്ടത്തിലെ യാതൊരു വൃക്ഷത്തിന്റെ ഫലവും നിങ്ങൾ തിന്നരുതെന്ന് ദൈവം വാസ്തവമായി കൽപ്പിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. സ്ത്രീ പാമ്പിനോട്, തോട്ടത്തിലെ വൃക്ഷങ്ങളുടെ ഫലം ഞങ്ങൾക്ക് തിന്നാം, എന്നാൽ നിങ്ങൾ മരിക്കാതിരിക്കേണ്ടതിന് തോട്ടത്തിന്റെ നടുവിലുള്ള വൃക്ഷത്തിന്റെ ഫലം തിന്നരുത്, തൊടുകയും അരുത് എന്ന് ദൈവം കൽപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. പറയുമ്പോൾ അവളുടെ വാക്കിൽ നിന്ന് നമുക്ക് നല്ലപോലെ അറിയാമല്ലോ. ഹവ്വയ്ക്ക് എന്തോ അറിയാം? ഈ ബന്ധത്തിന്റെ ഗൗരവം. ഞാൻ ബന്ധം പറയുമ്പോൾ ശ്രദ്ധിക്കണം, ഇതൊരു കരാറാണ്. കരാർ പറഞ്ഞാൽ ഉടമ്പടി. ഇതൊരു വാഗ്ദാനമല്ല, ഇതൊരു ഉടമ്പടിയാണ്. ഉടമ്പടിക്ക് അടുത്ത ഒരു വാക്കേതാ? കരാർ. ഏത് നിമിഷമാണെങ്കിലും ഈ കരാറിൽ നിന്ന് മാറാൻ സാധ്യതകളുണ്ട്. എക്സാമ്പിൾ ഞാൻ മനസ്സിലാക്കി. ഇപ്പോൾ ഇരുന്നാട്ടെ. എൻ്റെ വൈഫ് എമി ഇവിടെ ഉണ്ട്. ജീവനോട് ഇരിക്കുമ്പോൾ എമിയുമായി ഞങ്ങളുടെ കുടുംബജീവിതം കല്യാണം കഴിച്ചു. എനിക്ക് വേറെ ഒരു സ്ത്രീയുമായി കല്യാണം കഴിക്കാൻ ഒക്കുമോ ഇല്ലയോ? പറഞ്ഞാട്ട്. എമി ഉള്ള കാലം എനിക്ക് വേറെ ഒരു കല്യാണം കഴിക്കാൻ ഒക്കുമോ? ഇല്ല. ഞാൻ പറയുന്നത് മലയാളം മനസ്സിലാകുന്നുണ്ടോ? ഇല്ല. പറഞ്ഞേ. എമി ജീവനോട് ഇരിക്കുമ്പോൾ ഞാൻ തീരുമാനിച്ചു, ഞാൻ വേറെ ഒരു പെണ്ണിൻ്റെ കൂടെ, സ്ത്രീയുടെ കൂടെ ഞാൻ ജീവിക്കും. ആർക്കെങ്കിലും തടയാൻ കഴിയുമോ? പറഞ്ഞേ. പുറകെ ഇരിക്കുന്ന സഹോദരന്മാർ പറഞ്ഞാട്ടെ. ഞാൻ തീരുമാനിച്ചു, എനിക്ക് എമി വേണ്ട, എനിക്ക് നീയുമായി ഇനി കുടുംബജീവിതം വേണ്ട. ഞാൻ തീരുമാനിച്ചു, ആർക്കും തടയാൻ കഴിയത്തില്ല. പക്ഷെ ആ എമി തീരുമാനിച്ചു കോടതി പോണെങ്കിൽ, കോടതിയിലും പോയി കോടതി പറയും ഒന്നിച്ച് ജീവിക്കണോ? ഞാൻ പറഞ്ഞു വേണ്ട. എന്നാൽ കോടതി പറയും ഓക്കെ, നിനക്ക് ജീവിക്കാൻ മനസ്സില്ലെങ്കിൽ ജീവിക്കണ്ട. പക്ഷേ നിന്റെ സ്വത്തിൻ്റെ പകുതി ആർക്ക്? എമിക്കുണ്ട്. ഞാൻ ഉണ്ടാക്കുന്ന പൈസയുടെ കുറേ ഭാഗം മക്കൾക്ക് വേണ്ടി ഞാൻ എല്ലാ മാസം കൊടുത്തോണം. ഞാൻ കൊടുത്തോളാം. അതൊരു വിഷയമല്ല. മനസ്സിലാകുന്നുണ്ടോ? ആർക്കും എന്നോട് പറയാനൊക്കത്തില്ല, വേറെ സ്ത്രീയുടെ കൂടെ നിങ്ങൾക്ക് ജീവിക്കാൻ ഒക്കത്തില്ല. എനിക്ക് വേണമെങ്കിൽ ജീവിക്കാം. ഞാനിത് പറഞ്ഞത് എന്തിന്? ഇത് ഉടമ്പടിയാ. മനുഷ്യ, ജീവവൃക്ഷമുണ്ട്, അതേസമയം നന്മയും തിന്മയുടെയും വൃക്ഷമുണ്ട്. നീ തീരുമാനിച്ചോ? എല്ലാം മനസ്സിലാകുന്നുണ്ടോ അതിൻ്റെ ഗൗരവം? ഞാൻ തീരുമാനിച്ചു എനിക്ക് എമിയുടെ കൂടെ ജീവിക്കണ്ട. പക്ഷെ അതിനെന്തുകൊണ്ട് കോർട്ട് വെറുതെ വിടുവോ? ഞാൻ എമീനോട് പറഞ്ഞു നീ അങ്ങ് പോ. എമി പറയാം ഓക്കെ ഞാൻ പോവുക, പക്ഷേ കോടതി വന്നോണം. കോടതി വരുമ്പോൾ എമി അവിടെ കോടതിയിൽ എന്തോ കാണിക്കും? ആ കല്യാണത്തിൻ്റെ സർട്ടിഫിക്കറ്റ് ഉണ്ട്, ആ കടലാസ് ഉണ്ട്. കോടതി സാക്ഷികളെ വിളിക്കും. നിങ്ങളുടെ മുമ്പേയാണോ കല്യാണം നടന്നേ? അതെ. ഒന്നുകൂടെ ചോദിക്കുന്നു, ഒന്നിച്ച് ജീവിക്കണോ? ഞാൻ പറഞ്ഞു വേണ്ട. എന്നാ നിന്റെ സ്വത്തിൻ്റെ പകുതി ആർക്ക്? അതുകൊണ്ട് ഇന്ന് ഒത്തിരി കുടുംബങ്ങളിൽ അവർക്ക് ഒന്നിച്ച് ജീവിക്കാൻ വയ്യ. പക്ഷേ
ഡിവോഴ്സിന് പോകാത്തതിൻ്റെ കാരണം എന്താ? പകുതി സ്വത്ത് കൊണ്ടുപോകും. അതുകൊണ്ട് അതിനെക്കാട്ടും ഭേദം നീ ആ മുറി കിടന്നോ, ഞാൻ ഈ മുറി കിടന്നോളാം. മനസ്സിലാകുന്നുണ്ടോ? ഞാനൊരു ഉദാഹരണം പറഞ്ഞതാ, പക്ഷെ അതിൻ്റെ ഗൗരവം മനസ്സിലാക്കാൻ വേണ്ടി. ഇത് കരാറാ. ഒരിക്കലും ചിന്തിക്കല്ലേ ദൈവം കൈവിടത്തില്ല. ഇതൊരു കരാറാ. ഞാൻ തീരുമാനിച്ചു നിന്റെ കൽപ്പനകളെ ഞാൻ അനുസരിക്കത്തില്ല. തീരുമാനിച്ചോ? സന്ധ്യായാമത്തിൽ വന്നേക്കുക. ആര്? മനുഷ്യനെ ഉണ്ടാക്കിയവൻ തോട്ടത്തിൽ പിന്നെയും വന്നേക്കുന്നത് എന്തിന്? തമ്മിലുള്ള ബന്ധം ഏതായിരുന്നു? ഒരു ഉടമ്പടിയായിരുന്നു. നിങ്ങൾ ചോദിക്കും, അവിടെ എഴുതിയിട്ടില്ലല്ലോ ഉടമ്പടി. വായിച്ചേ ഹോശയ 6:7. ഹോശയ 6 അധ്യായം 7 വാക്യം. എന്നാൽ അവർ ആദാം എന്ന പോലെ നിയമത്തെ ലംഘിച്ചു. അവിടെ അവർ എന്നോട് വിശ്വാസപാതകം ചെയ്തിരിക്കുന്നു. ഇംഗ്ലീഷിലാണെങ്കിൽ ബട്ട് ദേ ലൈക്ക് മെൻ ഹാവ് ട്രാൻസ്ഗ്രസ്ഡ് ദ കവനന്റ്, there have they dealt treacherously against me. ആദാം ദൈവമായിട്ടുള്ള എന്തോ ചെയ്തു? നിയമം എഴുതിയേക്ക, പക്ഷേ ശരിയായിട്ട് നോക്കിയാൽ കവനന്റ്, ഉടമ്പടി. ഈ ഉടമ്പടി ലംഘിച്ചാൽ നമ്മൾ ശ്രദ്ധിക്കണം. ഇത് കരാറായതുകൊണ്ട് ഇതിനൊരു പ്രത്യേകതയുണ്ട്. ഞാൻ ചെയ്യേണ്ട എൻ്റെ ഉത്തരവാദിത്തം കൃത്യമായി ചെയ്തുകൊണ്ടിരുന്നാൽ ആദാമിന് എന്തുണ്ട്? നിത്യജീവനുണ്ട്. നീ ആ ജീവന്റെ വൃക്ഷത്തിന്റെ ഫലം ഭക്ഷിച്ചോ? നിനക്ക് എന്തുണ്ട്? നിന്നെ ഞാൻ സൃഷ്ടിച്ച ഈ തോട്ടത്തിന് വേണ്ടിയല്ല, നിത്യതയ്ക്ക് വേണ്ടിയാ. നമ്മൾ ആ കാര്യം നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം. ദൈവം എന്നെ സൃഷ്ടിച്ചത് നിത്യതയ്ക്ക് വേണ്ടിയാണ്, കുറച്ച് നാളത്തെ ജീവിതത്തിന് വേണ്ടി അല്ല. ലോകത്തിലെ എല്ലാ സംഭവങ്ങളും സ്പഷ്ടമായി പറയുന്നുണ്ട്, നമ്മുടെ കർത്താവിൻ്റെ വരവ് അടുത്തു. സോ നിത്യതയ്ക്ക് വേണ്ടി എന്നെ സൃഷ്ടിച്ചപ്പം അതിലുള്ള കണ്ടീഷൻസ് നല്ലപോലെ ഞാൻ മനസ്സിലാക്കിയോണം. എൻ്റെ കൽപ്പനകളെ നീ എന്തോ ചെയ്തോണം? പറഞ്ഞ പോലെ തന്നെ അനുസരിക്കണം. അവിടെ നിന്നേ ഒന്ന് ചിന്തിച്ചേ, അനുസരിക്കണോ വേണ്ടായോ അത് തീരുമാനിക്കാൻ നമുക്ക് ആർക്കും എന്തോ ഇല്ല, അവസരം ഇല്ല. സർവശക്തനായ ദൈവം മനുഷ്യനെ ഉണ്ടാക്കുമ്പോൾ നീ അനുസരിക്കുമോ ഇല്ലയോ എന്ന് പറഞ്ഞ് അങ്ങനത്തെ ഒരു വിഷയമേ ഇല്ല. നീ പറയുന്ന പോലെ തന്നെ ചെയ്തു കൊള്ളണം. അതിന് ഒരു വിട്ടുവീഴ്ചയും ഇല്ല. ഇന്ന് ചിലരുണ്ട്, സ്നാനപ്പെടണോ വേണ്ടായോ, ഇതുവരെ സ്നാനപ്പെട്ടിട്ടില്ല, സ്നാനപ്പെടണ്ട. പക്ഷെ ഓർത്തോണം, കൽപ്പന ലംഘിച്ചാൽ ഈ ലോകത്തിൽ മാത്രമല്ല, ഇവിടുത്തെ ജീവിതം കഴിഞ്ഞിട്ടാ ശിക്ഷ തുടങ്ങുന്നത്. അത് ഓർത്തോണം. ഇത് കരാറാ. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ എമീനോട് ഞാൻ പറഞ്ഞു, നീ പോ, എനിക്ക് നിന്റെ കൂടെ ജീവിക്കണ്ട എന്ന് പറഞ്ഞതേ ഉള്ളൂ. അവൾ പറഞ്ഞു, അച്ചായ ഓക്കെ, ഞാൻ ജീവിക്കുന്നില്ല, കോടതി വാ. ഞാനും പറയും, ആ കോടതി വരാം. അവിടെ വന്നപ്പോൾ എന്തോ കൊടുത്തു? ആ കടലാസ്. രക്ഷപ്പെടാൻ കഴിയത്തില്ല. ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ കാര്യം നടക്കത്തില്ല. 2 സാക്ഷികളുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ആരെങ്കിലും കല്യാണങ്ങളിൽ പോയി സാക്ഷിയായി അവിടെ സൈൻ ചെയ്യുമ്പോൾ 2 പ്രാവശ്യം ചിന്തിച്ചോണം. ചിലപ്പം കോടതി നിങ്ങളെ വിളിക്കും. അങ്ങനത്തെ കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. സോ അതിന് സാക്ഷികളുണ്ട്. അവർ വന്ന് കോടതി പറയും, ഞങ്ങളുടെ മുമ്പേ എന്തോ നടന്നേ? കല്യാണം നടന്നത്. അതിന് ശിക്ഷയുണ്ട്. ഞാൻ പറഞ്ഞു, എമി എൻ്റെ കൂടെ ജീവിക്കേണ്ട. ഓക്കെ, ജീവിക്കുന്നില്ല, പക്ഷേ ശിക്ഷയുണ്ട്. അതുകൊണ്ട് ആദാം ദൈവത്തിൻ്റെ കൽപ്പന ലംഘിച്ചപ്പം
സന്ധ്യായാമത്തിൽ ആര് വന്നു? ഈ ഉടമ്പടി ഉണ്ടാക്കിയവൻ തീർച്ചയായിട്ടും വരും. ഈ തോട്ടം നിൻ്റേതല്ല, ഇതെൻ്റേതാ. ഞാൻ പരമ അധികാരിയാ. ഞാൻ നിന്നെ ഉണ്ടാക്കിയത് എൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിന്. സോ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ആ സന്തോഷവും സമാധാനം നമ്മൾ അനുഭവിക്കണമെങ്കിൽ ഒറ്റയൊരു മാർഗമേ ഉള്ളൂ. എന്താ? പറയുന്ന പോലെ തന്നെ അനുസരിച്ചോണം. ചിന്തിക്കാൻ നമുക്ക് എന്തോ ഇല്ല, അവകാശം ഇല്ല. നിന്നോട് ചിന്തിക്കാൻ ആര് പറയുന്നു? പറഞ്ഞ പോലെ ചെയ്യാമോ? ആ കൽപ്പന ലംഘിച്ചു ഈ ആദാം. അവൻ്റെ നോട്ടത്തിൽ തന്നെ അവൻ ആരായിപ്പം? അവൻ നഗ്നനാ. തൻ്റെ നഗ്നത മറയ്ക്കാൻ വേണ്ടി എന്തോ എടുത്തു? ഇല. ഇത് കഥകളല്ല, ഇത് യാഥാർത്ഥ്യങ്ങളാ. ദൈവത്തിൻ്റെ ആ പ്രിൻസിപ്പിൾസ്. ഞാൻ ദൈവത്തിൻ്റെ കൽപ്പന ലംഘിച്ചാൽ ഞാൻ തന്നെ ലജ്ജിക്കാൻ തുടങ്ങും. എനിക്ക് ലജ്ജയാ, എനിക്ക് നാണമാ. എൻ്റെ ലജ്ജ മറയ്ക്കാൻ വേണ്ടി ഞാൻ എന്തോ ചെയ്യാൻ തുടങ്ങും? പറഞ്ഞേ, നല്ല പ്രവൃത്തികൾ ചെയ്യാൻ തുടങ്ങുന്നേ. എങ്ങനെയെങ്കിലും എൻ്റെ ലജ്ജ ഒന്ന് മറയ്ക്കാൻ. പക്ഷെ ദൈവം തോട്ടത്തിൽ വരുമ്പോൾ ചോദിക്കുന്നുണ്ടല്ലോ, ആദാമേ, അതിൻ്റെ അർത്ഥം ദൈവത്തിന് അറിയത്തില്ല ഇവൻ എവിടാ. എന്നിട്ടും ആ ചോദ്യം ആ ദൈവം തന്നെ ഇന്ന് ഈ ഉച്ച സമയത്ത് നമ്മൾ ഓരോരുത്തരോട് ചോദിക്കുന്നേ, നീ എവിടെ? അല്ല, ഞാൻ തൃശ്ശൂരിൽ ഈ മന്ദിരത്തിൽ ഇരിക്കും, അതല്ല ചോദിച്ചത്. ആദാമേ, നീ എവിടെ? എൻ്റെ ജീവിതത്തെ ഞാൻ നോക്കിയാൽ, ഞാൻ പാട്ടും പ്രാർത്ഥനയും ഭക്തിയും എല്ലാം ഉണ്ടെങ്കിലും ഈ ദൈവത്തിൻ്റെ ചോദ്യത്തിന് മറുപടി എന്താ? യവനക്കാരും ഇവിടെ ഇരിപ്പുണ്ട്. ദൈവം നമ്മളോട് ചോദിക്കുന്നത് എന്താ? നീ എവിടെ? എൻ്റെ മറുപടി എന്താ? ആദാം പറഞ്ഞത് എന്താ? ഞാൻ നിൻ്റെ ശബ്ദം കേട്ട് പേടിച്ചു. അന്നേരം ദൈവം ചോദിക്കുന്നത് എന്താ? വായിച്ചേ, ആ സംഭവം നടക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവ് വിവരിച്ച് തന്നിട്ടുണ്ടല്ലോ. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 3:8 തൊട്ട് വായിച്ചേ. 3:8 തൊട്ട്. വെയിലാറിയപ്പോൾ യഹോവയായ ദൈവം തോട്ടത്തിൽ നടക്കുന്ന ഒച്ച അവർ കേട്ടു. ദൈവം തോട്ടത്തിൽ നടക്കുന്ന ഒച്ച. മനുഷ്യനും ഭാര്യയും യഹോവയായ ദൈവം തങ്ങളെ കാണാതിരിപ്പാൻ തോട്ടത്തിലെ വൃക്ഷങ്ങളുടെ ഇടയിൽ ഒളിച്ചു. യഹോവയായ ദൈവം മനുഷ്യനെ വിളിച്ചു, നീ എവിടെ എന്ന് ചോദിച്ചു. തോട്ടത്തിൽ നിന്റെ ഒച്ച കേട്ടിട്ട് ഞാൻ നഗ്നനാകൊണ്ട് ഭയപ്പെട്ടു ഒളിച്ചു എന്ന് അവൻ പറഞ്ഞു. ഇത് ആദാം പറയാ. തോട്ടത്തിൽ നിന്റെ ഒച്ച കേട്ടിട്ട് ഞാൻ നഗ്നനാകൊണ്ട്. നഗ്നൻ പറയുമ്പോൾ ഞാൻ എൻ്റെ യാഥാർത്ഥ്യം എൻ്റെ മുമ്പേ ഉണ്ട്. എൻ്റെ ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യം എൻ്റെ മുമ്പേ ഉണ്ട്. നിന്റെ ശബ്ദം കേട്ടതേ ഉള്ളൂ. അതാ ദൈവ ശബ്ദത്തിൻ്റെ പ്രത്യേകത. മനുഷ്യൻ സംസാരിക്കുന്നത് പോലല്ല ദൈവം സംസാരിക്കുന്നത്. ആ ഒച്ച കേൾക്കുമ്പോൾ തന്നെ, ഇന്നലെ വരെ ആ ഒച്ച കേട്ടപ്പം കർത്താവിൻ്റെ ആ ശബ്ദത്തിന് വേണ്ടി കാത്തിരുന്നവരാ, വലിയ ആകാംക്ഷയോട് കാത്തിരുന്നവർ ഇന്ന് ആ ശബ്ദം കേട്ടപ്പോഴേ എന്തു ചെയ്തു? അതാ ദൈവത്തിൻ്റെ കൽപ്പനയിൽ നിന്ന് ഞാൻ ഒന്ന് മാറിയാൽ മതി. ആ ശബ്ദം കേട്ട് ഞാൻ എന്തോ ചെയ്യും? ഭയപ്പെടും. നിന്റെ ശബ്ദം കേട്ട് ഞാൻ. അന്നേരം ചോദ്യം എന്താ? 11 വായിച്ചേ. നീ നഗ്നനെന്ന് നിന്നോട് ആർ പറഞ്ഞു?
തിന്നരുതെന്ന് ഞാൻ നിന്നോട് കൽപ്പിച്ച വൃക്ഷഫലം നീ തിന്നുവോ എന്ന് അവൻ ചോദിച്ചു. ഇപ്പം നമ്മൾ ഇവിടെ ഇരുന്ന് ബൈബിൾ ക്ലാസ് വചനം പഠിക്കുക, പ്രാർത്ഥന കഴിയും, കർത്താവിൻ്റെ ദാസൻ ആശീർവാദം പറയും. ചിലപ്പോൾ ഇവിടുന്ന് വീട്ടിൽ പോകുന്ന വഴിക്കായിരിക്കും വണ്ടിയിൽ ദൈവം നമ്മളോട് സംസാരിക്കുന്നത്. ദൈവത്തിന് നമ്മളോട് സംസാരിക്കാൻ നമ്മുടെ സമയം ചോദിക്കണോ? വേണ്ട. ഏത് നിമിഷത്താ ആ കോൾ വരുന്നത് നമുക്കാർക്കും അറിയത്തില്ല. ചിലപ്പം കിടക്കുമ്പോഴായിരിക്കും ഒരു ശബ്ദം കേൾക്കുന്നത്, ആദാമേ നീ. നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിലാ. അതുകൊണ്ട് ആ ഭയത്തോടും വിരയലോടും നമ്മൾ ദൈവത്തെ, ഈ സത്യം ദൈവം നമുക്ക് വെളിപ്പെടുത്തി തന്നത് എന്തിന്? അത് നമ്മുടെ യോഗ്യതയല്ലല്ലോ, ദൈവത്തിൻ്റെ കൃപയില്ലയോ? ദൈവം ആദാമിനോട് ചോദിക്കുന്നേ, ആ വായിച്ചേ ഒന്നുകൂടെ 11. നീ നഗ്നനെന്ന് നിന്നോട് ആർ പറഞ്ഞു? നിന്നോട് ആരാ പറഞ്ഞേ നീ നഗ്നെന്ന്? തിന്നരുതെന്ന് ഞാൻ നിന്നോട് കൽപ്പിച്ച വൃക്ഷഫലം നീ തിന്നുവോ എന്ന് അവൻ ചോദിച്ചു. സർവജ്ഞാനിയായ ദൈവം ഈ ഫലം പറിച്ച് ഭക്ഷിക്കുന്നത് കണ്ടിട്ട് ദൈവം ചോദിക്കുക. ദൈവത്തിന് അറിയാമല്ലോ ആദാം എവിടെ, ഇവൻ ഫലം കഴിച്ചോ എന്ന് ദൈവത്തിന് അറിയാമോ? ഇവനെ സൃഷ്ടിക്കുന്നതിന് മുമ്പേ അറിഞ്ഞതാ, ഇവൻ ഭക്ഷിക്കുമ്പോൾ കണ്ടതുവാ. അതെല്ലാം കണ്ടിട്ട് ചോദിക്കുന്നത്, നീ എന്താ, അതെന്താ അങ്ങനെ? നീ തന്നെ പറ, നീ എൻ്റെ കൽപ്പന ലംഘിച്ചോ? അതിന് ആദാം പറയുന്നത് എന്താ? അതിന് മനുഷ്യൻ, എന്നോട് കൂടെ ഇരിപ്പാൻ നീ തന്നിട്ടുള്ള സ്ത്രീ വൃക്ഷഫലം തന്നു, ഞാൻ തിന്നുകയും ചെയ്തു എന്ന് പറഞ്ഞു. സോ തൻ്റെ തെറ്റ് ആദാം സമ്മതിച്ചോ? ഇല്ല. പറഞ്ഞാട്ടെ സഹോദരന്മാർ, പറഞ്ഞാട്ടെ, ആദാം അവൻ്റെ തെറ്റ് അവൻ സമ്മതിച്ചോ? ഇല്ലല്ലോ. സമ്മതിച്ചോ? ഇല്ല. അതാ ഒന്നുകൂടെ വായിച്ചേ. എന്നോട് കൂടെ ഇരിപ്പാൻ നീ തന്നിട്ടുള്ള സ്ത്രീ വൃക്ഷഫലം തന്നു, ഞാൻ തിന്നുകയും ചെയ്തു എന്ന് പറഞ്ഞു. മലയാളത്തിലല്ലേ വായിച്ചേ? എൻ്റെ ചോദ്യം, ആദാം അവൻ്റെ തെറ്റ് സമ്മതിച്ചോ? ഇല്ലല്ലോ. പിന്നെ ഇതെന്താ നിങ്ങൾ മലയാളത്തിൽ വായിച്ചേ? ഒന്നുകൂടെ വായിച്ചേ. ഞാൻ തിന്നുകയും ചെയ്തു എന്ന് പറഞ്ഞു. സമ്മതിച്ചോ? ഇത് വായിച്ചിട്ടും നമുക്ക് എന്താ മനസ്സിലാകാത്തേ? ആദാം സ്പഷ്ടമായി പറയുന്നുണ്ടല്ലോ. അതാ നമുക്ക് വരുന്ന തെറ്റ്. നമ്മളിത് വായിക്കുകയാണെങ്കിൽ മനസ്സിൽ വേറെ ഏതാണ്ട് വെച്ചുകൊണ്ടാണ് വായിക്കുന്നത്. അതുകൊണ്ട് അവിടെ എഴുതിയേക്കുന്നത് നമുക്ക് ഒരു പിടിയും കിട്ടുന്നില്ല, ഒരു പിടിയും കിട്ടുന്നില്ല. നിന്നോട് ചോദിച്ചത് ആർ തന്നു എന്നല്ല, നീ പറിച്ച് തിന്നോ? ഞാൻ അതാ ചോദിച്ചത്. ആദാം എന്തോ പറഞ്ഞു? ഞാൻ തിന്നു, ഞാൻ തിന്നു. പക്ഷെ അത് കുറച്ച് കറക്കാൻ വേണ്ടി എന്തോ പറഞ്ഞു, നീ തന്ന, പക്ഷെ ഞാൻ തിന്നു. നിന്റെ വാക്കൊണ്ട് തന്നെയാ നീ പറഞ്ഞത്. നീ എൻ്റെ കൽപ്പന എന്തോ ചെയ്തിട്ടുണ്ട്? ലംഘിച്ചിട്ടുണ്ട്. നീ തന്നെയാ പറഞ്ഞത്. സോ അതുകൊണ്ടാണ് നമ്മൾ അവിടെ താഴെ വായിക്കുന്നത്, മനുഷ്യനിനി എന്തോ ഉണ്ട്? ദൈവം മനുഷ്യനെ എന്തോ ചെയ്യുക? ശപിക്കുക. നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ട ഈ കാര്യങ്ങൾ ഒത്തിരി വിശ്വാസികൾ ശ്രദ്ധിക്കാത്ത വിഷയമാണ്. ഞാൻ ദൈവത്തിൻ്റെ കൽപ്പന ലംഘിച്ചാൽ തീർച്ചയായിട്ടും എന്തുകൊണ്ട്? ശാപമുണ്ട്. ശാപം വേറെ, ന്യായവിധി വേറെ. നല്ലപോലെ മനസ്സിലാക്കണം. ഇനി ഈ ഭൂമി ഇവിടെ നിന്ന് എന്തോ മുളയ്ക്കും? വായിച്ചേ, അതിന്റെ താഴെ എന്താ എഴുതിയേക്കുന്നേ? 17-ാം വാക്യം. മനുഷ്യനോട് കൽപ്പിച്ചതോ, നീ നിന്റെ ഭാര്യയുടെ വാക്ക് അനുസരിക്കുകയും തിന്നരുതെന്ന് ഞാൻ കൽപ്പിച്ച വൃക്ഷഫലം തിന്നുകയും ചെയ്തതുകൊണ്ട് നിന്റെ നിമിത്തം ഭൂമി ശപിക്കപ്പെട്ടിരിക്കുന്നു. നിന്റെ നിമിത്തം ഈ ഭൂമിയെ ഞാൻ ശപിച്ചു.
നിന്റെ ആയുഷ്കാലമൊക്കെയും നീ കഷ്ടതയോടെ അതിൽ നിന്ന് അഹോവൃത്തി കഴിക്കും. കഷ്ടതയോട്. അടുത്ത താഴെ, മുള്ളും പറക്കാരയും നിനക്ക് അതിൽ നിന്ന് മുളയ്ക്കും. ദൈവം പറയുന്ന മുള്ളു മാത്രമല്ല, thorns also and thistles. പറക്കാരയും നിനക്ക് അതിൽ നിന്നും മുളയ്ക്കും. അതിന്റെ അർത്ഥം എന്താ? നീ നടക്കുമ്പോൾ നിനക്ക് വേദന തരുവാൻ തന്നെ, നിനക്ക് വേദനയുടെ അനുഭവം ഉണ്ടാകാൻ തന്നെ ഈ ഭൂമിയിൽ തന്നെ എന്തോ മുളയ്ക്കും. നീ എൻ്റെ കൽപ്പന ലംഘിച്ചതല്ലയോ? നീ ഇതെല്ലാം അറിഞ്ഞിട്ടാ തീരുമാനിച്ചത് ഞാൻ അനുസരിക്കത്തില്ല. സോ അത് നമ്മളിപ്പം ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ, ഇന്ന് നമ്മൾ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുക. എൻ്റെ ജീവിതത്തിൽ ഈ ദൈവവചനം എൻ്റെ മുമ്പേ ഉണ്ട്. നമ്മൾ നമ്മളെ തന്നെ ശോധന ചെയ്യേണ്ടതാണ്. ഞാൻ കൂടുതൽ പ്രസംഗിക്കാനൊന്നും പോകുന്നില്ല. ഇത് ദൈവത്തിൻ്റെ വചനം. ഞാൻ അങ്ങനെ തന്നെ അനുസരിക്കുന്നില്ലെങ്കിൽ ഈ ഭൂമിയിൽ ഞാൻ ശപിക്കപ്പെട്ടവൻ. പിന്നെ ഏത് പാസ്റ്ററോ, ഏത് ബന്ധനം പൊട്ടിക്കുന്നവൻ, ഏത് പ്രവാചകൻ വന്നാലും ഒരു പ്രയോജനവും ഇല്ലെന്നേ. നമ്മുടെ നിന്ന് കുറേ പൈസ വാരി എടുത്തുകൊണ്ട് പോകാൻ കുറേ ബന്ധനം പൊട്ടിക്കുന്നവർ വരും. അവർ കുറേ പൈസ വാരും. എൻ്റെ കൽപ്പന ലംഘിച്ചോ, ഈ ഭൂമി നിനക്ക് ശപിച്ചതാ. ഈ ഭൂമിയിൽ തന്നെ മുള്ള് നിന്നെ വേദനിപ്പിക്കാൻ മുളയ്ക്കും. കാരണം നീ സ്വയമേ തീരുമാനിച്ചു എൻ്റെ കൽപ്പന എന്തോ ചെയ്യും, ലംഘിക്കും. അതുമാത്രമല്ല, ഈ ഭൂമിയിൽ നിന്ന് നീ മാറുമ്പോൾ നിത്യന്യായവിധി വെച്ചിട്ടുണ്ട്. ഈ ഭൂമിയല്ല ന്യായവിധി. ഒന്ന് ചിന്തിച്ചു നോക്കിയേ, ഈ ഭൂമിയിൽ ശപിക്കപ്പെട്ട ജീവിതം ജീവിച്ചിട്ട് പിന്നെ നിത്യ നരകത്തിൽ പോണെങ്കിൽ അത് എങ്ങനത്തെ ജീവിതമാ? ഈ ഭൂമിയിലുള്ളപ്പോൾ എന്തുവാ? ശാപത്തിൻ്റെ കീഴെ ജീവിക്കുക. അത് കഴിഞ്ഞിട്ട് ഇതിൽ നിന്ന് രക്ഷപ്പെടുമെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ നിന്ന് പോയി അവസാനിക്കുന്നത് എവിടെ? നിത്യ നരകത്തിൽ. ഇനി മടങ്ങി വരാൻ കഴിയുമോ? നിത്യ നരകത്തിൽ ആ യാതനാ സ്ഥലത്തിൽ കിടക്കുന്നവരുടെ ഇന്നത്തെ പ്രാർത്ഥന എന്തുവാ? ഒന്ന് പറഞ്ഞേ. അവരവിടെ കിടന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. അവരുടെ പ്രാർത്ഥന എന്താ? പറഞ്ഞേ. ഒരവസരം തന്നാൽ മതി. ഇല്ലേ? വചനത്തിലുണ്ടോ? ആ ധനവാൻ എന്തോ പറഞ്ഞേ? എനിക്ക് എന്തോ തന്നാൽ മതി? ഒരവസരം, രണ്ട് വേണ്ട, ഒന്ന് മതി. ഇവിടെ നമുക്കോ എത്ര അവസരം കിട്ടിയിട്ടും പ്രയോജനമില്ല. നരകത്തിൽ പോകുമ്പോൾ അവിടെ നമ്മൾ എന്തോ ചോദിക്കും? എനിക്ക് എന്തോ തന്നാൽ മതി? ഒരവസരം. വായിച്ചേ യാക്കോബ് 2-ാമത്തെ അധ്യായം, ജെയിംസ് ചാപ്റ്റർ 2 വേഴ്സ് 10. യാക്കോബ് 2:10. ഒരുത്തൻ ന്യായപ്രമാണം മുഴുവനും അനുസരിച്ച് നടന്നിട്ടും ഒന്നിൽ തെറ്റിയാൽ അവൻ സകലത്തിനും കുറ്റക്കാരനായി തീർന്നു. ഒന്നുകൂടെ വായിച്ചേ. ഒരുത്തൻ ന്യായപ്രമാണം മുഴുവനും അനുസരിച്ച് നടന്നിട്ടും. ന്യായപ്രമാണം കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പഠിച്ച വിഷയമാണ്. അതിൽ ദൈവം ഇസ്രായേൽ മക്കൾക്ക് 613 നിയമങ്ങൾ കൊടുത്തിട്ടുണ്ട്. 613. ഇവിടെ വചനം പറയുന്നത് അത് മുഴുവൻ അനുസരിച്ചു, പക്ഷെ അതിൽ ഒന്നിൽ തെറ്റിയാൽ അവൻ സകലത്തിനും കുറ്റക്കാരനായി തീർന്നു. ചിന്തിച്ചേ, ഈ വചനം പറയുന്നത് എന്താ? ഞാൻ 613-ൽ 612 കൃത്യമായി അനുസരിച്ചു. പക്ഷെ അതിൽ ഒന്ന് തെറ്റിച്ചതേ ഉള്ളൂ. ഒന്ന്. പ്രയോജനം എന്താ? ഇസ്രായേൽ മക്കളല്ല, മനുഷ്യർ. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ധ്യാനിച്ച വിഷയം, ദൈവം മനുഷ്യനെ ഉണ്ടാക്കിയപ്പം അവൻ്റെ അകത്ത് എന്തോ ഇട്ടിട്ടുണ്ട്? തൻ്റെ പ്രമാണത്തെ ഇട്ടിട്ടുണ്ട്. പ്രമാണവും ഉണ്ട്, ഉടമ്പടിയുമുണ്ട്. ഇത് രണ്ടും ഉണ്ട്. അതിൻ്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കണം. മനുഷ്യൻ്റെ ഹൃദയത്തിൽ എന്തോ ഉണ്ട്? പ്രമാണം. പിന്നെ ചെയ്തേക്കുന്ന എന്തുവാ?
ഉടമ്പടി. ഇത് രണ്ടും എന്താ? പ്രമാണം മുഖാന്തരം നീ എൻ്റെ സ്വഭാവം മനസ്സിലാക്കിയിട്ട് വേണം ഈ ബന്ധത്തിൽ തുടരാൻ. ഞാൻ ഒന്നുകൂടെ പറയാം. അകത്ത് പ്രമാണം, വെളിയിൽ എന്തോ ഉണ്ട്? ഉടമ്പടി. എൻ്റെ സ്വഭാവം നല്ലപോലെ മനസ്സിലാക്കി വേണം ഈ ബന്ധത്തിൽ തുടരാൻ. പ്രമാണം നമ്മൾ നോക്കിയാൽ, ഇവിടെ നമ്മൾ വായിച്ചല്ലോ, ഒരെണ്ണം ലംഘിച്ചാൽ അതിൻ്റെ അർത്ഥം എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിൽ ദൈവ ഇഷ്ടം നിവർത്തിയാകണം. അതുകൊണ്ടാണ് ഞാൻ ഒത്തിരിയടുത്ത് ചെന്ന് പറയുന്നത്, ഈ ബജ്രംഗ് ദളും വിശ്വ ഹിന്ദു പരിഷത്തും നോർത്ത് ഇന്ത്യ, സെൻട്രൽ ഇന്ത്യ പറയുന്നത് ഞങ്ങൾ ആൾക്കാർക്ക് ഒരു ചാക്ക് അരിയും 30,000 രൂപ കൊടുത്തിട്ടാണ് വിശ്വാസത്തിൽ കൊണ്ടുവന്നേക്കുന്നത്. അതാ അവർ പറയുന്നത്. അതുകൊണ്ട് ഞാൻ ചെല്ലുന്നിടത്ത് എല്ലാം ഞാൻ പറയുന്നത്, ഞാൻ അങ്ങോട്ട് തരാന്നേ ഒരു ചാക്ക് അരിയും, 30,000 വേണ്ട 50,000 തരാം, ഈ ഗോളം വിട്ടിട്ട് പോ, ഞാൻ അങ്ങോട്ട് തരാന്നേ. എന്തിനാ ഈ ഗോളത്തിലേക്ക് വന്നേക്കുന്നത്? ഈ ദൈവമായിട്ടുള്ള ബന്ധം വേണമെങ്കിൽ അതിൻ്റെ ഗൗരവം എന്തുവാ? ദൈവത്തിൻ്റെ സ്വഭാവം നല്ലപോലെ മനസ്സിലാക്കി വേണം ഈ ബന്ധത്തിൽ മുന്നോട്ട് പോകാൻ. ഒരു വിട്ടുവീഴ്ചയ്ക്ക് സാധ്യത ഇല്ല. സ്വന്തം ഹിതമൊന്നും ഇവിടെ നടപ്പിലാകത്തില്ല. ചിലർ പറയും ഈ ദുരുപദേശമാണ്. എന്നാൽ ദുരുപദേശം തന്നെ ആയിക്കോട്ടെ. വചനം പറയുന്നത് നമ്മളെ സൃഷ്ടിച്ചത് എന്തിനാ? ദൈവനാമത്തിൻ്റെ മഹത്വത്തിന്. സോ അതുകൊണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും എനിക്ക് അബദ്ധം പറ്റിയെന്ന് പറഞ്ഞുകൊണ്ട് ഇരിക്കുകയാണെങ്കിൽ ഇന്ന് നല്ല അവസരമുണ്ട്, നല്ല അവസരം. ഈ അവസരം പാഴാക്കല്ലേ. ഒരു ചെറിയ പ്രാർത്ഥന പ്രാർത്ഥിച്ചാൽ മതി. യേശുവേ, എനിക്ക് അബദ്ധം പറ്റി, ഞാൻ അറിഞ്ഞില്ല ഈ പാതയിൽ ഇങ്ങനത്തെ കണ്ടീഷൻസ് ഉണ്ട്, ഇനി മേലാൽ എനിക്ക് നീയുമായി ഒരു ബന്ധവും വേണ്ട വേണ്ട. ഇന്ന് ഡിവോഴ്സ് എടുത്തിട്ട് പോകുക. ഇന്നെന്തോ ചെയ്തോ? ഇന്നെന്തോ എടുത്തോ? ദൈവമായിട്ടുള്ള ഡിവോഴ്സ് വേണ്ട, മതിയായി, ഞാൻ എൻ്റെ ഇഷ്ടപ്രകാരം ജീവിച്ചോളാം. ഈ ഭൂമിയിലെങ്കിലും ഒന്ന് ജീവിച്ചോ. കള്ളു കുടിക്കണമെങ്കിൽ എന്തോ ചെയ്തോ? ഇഷ്ടം പോലെ കുടിച്ചോന്നേ. ദൈവം നിർബന്ധിക്കുന്നില്ല. പക്ഷെ ദൈവമായിട്ട് ആ ബന്ധം വേണമെങ്കിൽ ദൈവത്തിൻ്റെ സ്വഭാവം മനസ്സിലാക്കി പൂർണ്ണമായി എന്തോ ചെയ്യണം? അവൻ്റെ കൽപ്പനകൾ അനുസരിക്കണം. അതിനൊരു ചെറിയ ഉദാഹരണം. നാളത്തെക്കുറിച്ച് നിങ്ങളാ പറഞ്ഞേ. ഞാൻ ഇത്രയും പറഞ്ഞുള്ളൂ നാളത്തെക്കുറിച്ച്. ബാക്കി പറഞ്ഞതാരാ? അത് നമ്മുടെ വാക്കാണോ നമ്മുടെ കർത്താവിൻ്റെ വാക്കാണോ? അതൊരു അഡ്വൈസ് ആണോ അതോ കൽപ്പനയാണോ? പറഞ്ഞേ. കൽപ്പനയാണോ? അല്ല. ആദ്യമേ എൻ്റെ രാജ്യവും, പിന്നെ നിങ്ങൾ തന്നെ പറ, അത് കൽപ്പനയാണോ? അത് ലംഘിച്ചാൽ ശാപമുണ്ടോ? പറഞ്ഞേ. ഞാൻ നാളത്തെക്കുറിച്ച് കുത്തിയിരുന്ന് ഭാരപ്പെട്ടാൽ ഞാൻ എൻ്റെ തലയിൽ വരുത്തി വയ്ക്കുന്ന ശാപത്തിന് വല്ല കണക്കുണ്ടോ? ഞാൻ എന്നോട് ഉടമ്പടി ചെയ്ത ആ കർത്താവിൻ്റെ വാക്കുകളെ ഞാൻ എന്തോ ചെയ്യുന്നില്ല. ഇത് ആദാമുമായിട്ടുള്ള ഉടമ്പടിയെക്കാട്ടും ഉന്നതമായ ഒരു ഉടമ്പടിയാണ് നമ്മളോട് ദൈവം ചെയ്തേക്കുന്നത്. തിരുമേശയിലെ പാനപാത്രത്തിൽ നിന്ന് കുടിച്ചിട്ടുണ്ടോ? ആ അപ്പം നുറുക്കിയിട്ടുണ്ടോ? ഇതെല്ലാം ചെയ്തിട്ടും ഞാൻ നാളത്തെക്കുറിച്ച് വിചാരപ്പെടുവാണെങ്കിൽ അന്നേരം നമ്മുടെ അകത്തൊരു ചിന്ത വരും, പാസ്റ്ററേ നമ്മൾ വിചാരപ്പെട്ടില്ലെങ്കിലോ? എന്നാ ഒരു കാര്യം, വിചാരപ്പെട്ടോ? നാളത്തെക്കുറിച്ച് എന്തോ ചെയ്തോ? കുത്തിയിരുന്ന് എന്തോ ചെയ്തോ?
വിചാരപ്പെട്ടോ. ഞാൻ വിചാരപ്പെടുന്നില്ല. കൃപയാൽ എനിക്കൊരു പിതാവുണ്ട്. എനിക്ക് വിചാരപ്പെടേണ്ട ആവശ്യം എനിക്കില്ല. നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം. ആദാം, ദൈവം. നമ്മൾ ഇന്ന് ക്ലാസ് നിർത്തുമ്പോൾ ആദാം, അവൻ പറയുന്നത്, ഞാൻ നിന്റെ ശബ്ദം കേട്ട് ഞാൻ പേടിച്ചു. ആദാമേ, നീ എവിടെ? ഇത് കഥകളല്ല. സകല മാനവജാതിക്ക് വേണ്ടി പ്രതിനിധിയായി നിൽക്കുന്ന ആദാം അറിഞ്ഞോണ്ട് ദൈവത്തിൻ്റെ കൽപ്പന ലംഘിച്ചു. നമുക്ക് നമ്മളോട് തന്നെ ഒരു ചോദ്യം ചോദിക്കാം. ഞാൻ എന്തിനാ വിചാരപ്പെടുന്നത്? ഞാൻ എന്തിനാ വ്യാകുലപ്പെടുന്നത്? ക്രിസ്തീയ ജീവിതം ഒരു മതമാണോ? ഞാൻ സ്നാനപ്പെട്ടവനാ. ഇതുവരെ സ്നാനപ്പെട്ടിട്ടില്ലെങ്കിൽ ഒരു ചോദ്യം, എൻ്റെ കൽപ്പന എന്താ അനുസരിക്കാത്തത്? എൻ്റെ കൽപ്പന അനുസരിക്കാൻ മനസ്സില്ലെങ്കിൽ പിന്നെ എന്താ എൻ്റെ പിന്നാലെ നടക്കുന്നത്? നീ എന്താ എൻ്റെ പിന്നാലെ വരുന്നത്? ക്രിസ്തുവിൻ്റെ പിന്നാലെ നമ്മൾ ഇറങ്ങി തിരിച്ചതാണെങ്കിൽ നമ്മുടെ കർത്താവ് പറയുന്ന ഓരോ വാക്ക് നമുക്ക് വേണ്ടിയുള്ള കൽപ്പനയാ. ഹല്ലേലൂയ. നമ്മുടെ മധ്യത്തിൽ യവനക്കാർ ഇരിപ്പുണ്ട്. ഈ യവനപ്രായത്തിൽ നമ്മുടെ ആഗ്രഹമോ എന്നെ സൃഷ്ടിച്ചവൻ്റെ ആഗ്രഹമോ? രണ്ടിലും ഞാൻ എന്തോ ആഗ്രഹിക്കുന്നത്? എൻ്റെ തീരുമാനം എന്താ? ഹല്ലേലൂയ. ഞാൻ പറയുന്നില്ല പഠിക്കണ്ട, നല്ലപോലെ പഠിച്ചോ. പക്ഷേ നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളുടെ പുറകിൽ ഒരു തീരുമാനം, നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളുടെ പുറകിൽ ഒരു തീരുമാനമുണ്ട്. പിതാവേ, നിന്റെ ഹിതം മാത്രം, നിന്റെ ഹിതം മാത്രം. അതിൻ്റെ അപ്പുറം എനിക്കൊന്നും വേണ്ട. ഹല്ലേലൂയ. നീ എന്നെ സൃഷ്ടിച്ചതാ. ഞാൻ എന്തിനാ വ്യാകുലപ്പെടുന്നത്? ഞാൻ എന്തിനാ ഭാരപ്പെടുന്നത്? ഹല്ലേലൂയ. ഇന്ന് രാവിലെ തൊട്ട് ഈ സമയം വരെ നമ്മൾ കുറേ വചനങ്ങൾ എടുത്ത് വായിച്ചല്ലോ. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ വീടുകളിൽ പോകുമ്പോൾ കേട്ട വചനം ഒന്ന് നമുക്ക് ധ്യാനിക്കാമോ? ഏത് നിമിഷം ആ ദൈവം നേരിട്ട് നമ്മളോട് സംസാരിക്കുന്നത് നമ്മൾ അറിയുന്നില്ല. ദൈവശബ്ദം കേൾക്കാൻ മനസ്സുണ്ടോ? ഞാൻ വേദോസ്തം എല്ലാ ദിവസവും വായിക്കുന്നുണ്ട്. ഞാൻ യൂട്യൂബിൽ ഇഷ്ടംപോലെ പ്രസംഗങ്ങൾ കേൾക്കുന്നുണ്ട്. പക്ഷെ പിതാവേ, ഞാൻ നിന്റെ പൈതലാ. നീ എന്നെ വിളിച്ചതാ, നീ എന്നെ തെരഞ്ഞെടുത്തതാ. നീ എൻ്റെ ജീവിതത്തിൽ എത്ര നന്മകൾ ചെയ്തു, ഇതൊന്നും എനിക്ക് വിഷയമല്ല. എനിക്ക് നിന്റെ ശബ്ദം കേൾക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. മൽപ്രിയനെ, എൻ യേശു നായകനെ, എനിക്ക് നിന്റെ ശബ്ദം കേൾക്കണം. ഹല്ലേലൂയ. നമുക്ക് വാ തുറന്ന് പ്രാർത്ഥിക്കാൻ കഴിയുന്നുണ്ടോ?
അതോ അകത്ത് ഭയമുണ്ടോ? പ്രാർത്ഥിക്കാൻ ആ ധൈര്യമില്ലയോ? അപ്പച്ചനോട് സംസാരിക്കാൻ ആ പ്രാഗൽഭ്യമില്ലയോ? എന്താ ശാന്തമായിരിക്കുന്നത്? ആദാമേ, നീ എവിടെ? അനക്കമൊന്നുമില്ലല്ലോ. നീ എവിടെ? എന്റെ ശബ്ദം കേട്ട് നീ പേടിച്ചോ? നിന്റെ മനസാക്ഷി നിന്നെ കുത്തുന്നുണ്ടോ? നീ ഇന്നലെ എവിടെയായിരുന്നു? ഇന്ന് നീ എവിടെ? നീ ആ ഫലം ഭക്ഷിച്ച് കഴിച്ചോ? എന്റെ കൽപ്പന നീ ലംഘിച്ചോ? നമ്മുടെ മറുപടി എന്ത്? ഹല്ലേലൂയ. അതും ലംഘിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് ദൈവത്തോട് നമുക്ക് സംസാരിക്കാം. ക്രിസ്തു മുഖാന്തരം നമുക്ക് ദൈവത്തോട് നിരപ്പ് പ്രാപിക്കാം. ദൈവം സഹായിച്ചാൽ നാളെ നമ്മൾ ധ്യാനിക്കുന്നതായിരിക്കും നമുക്ക് വേണ്ടി ക്രിസ്തു ചെയ്തത് എന്ത്. പക്ഷെ ഇന്ന് നമ്മൾ ധ്യാനിച്ചത് ആദാമേ, ആ ജീവവൃക്ഷത്തിന്റെ ഫലം നിനക്ക് ഭക്ഷിക്കാമായിരുന്നല്ലോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആദാമിന് തെറ്റ് പറ്റി, ആ ഉടമ്പടി ലംഘിച്ചു. ക്രിസ്തു മുഖാന്തരം നമുക്ക് നമ്മളോട് ദൈവം ചെയ്ത ദൈവത്തിൻ്റെ കൃപ, ഒരു പുതിയ ഉടമ്പടി നമ്മളോട് ദൈവം ഉണ്ടാക്കി. ആദാമിന് വീഴാതെ നടക്കാമായിരുന്നു, പക്ഷെ ആദാം വീണു. നമുക്ക് വീഴേണ്ടിയ വല്ല ആവശ്യമുണ്ടോ? കർത്താവിൻ്റെ കൽപ്പന അനുസരിച്ചാൽ മതിയല്ലോ. കർത്താവെ, നീ പറയുന്നത് ഞാൻ അങ്ങനെ തന്നെ അനുസരിച്ചോളാം, അത്രയും ഉള്ളൂ. ഞാൻ പിന്നെയും എന്താ വീഴുന്നത്? തെറ്റാരുടേത്? ഹല്ലേലൂയ. ഒരു കൽപ്പന ലംഘിച്ചു, മാനവ ജാതി മുഴുവൻ ശാപത്തിന്റെ കീഴെ വന്നു. അങ്ങനെയാണെങ്കിൽ ഞാൻ പിന്നെയും കൽപ്പന ലംഘിക്കുകയാണെങ്കിൽ അതിന്റെ ഫലം എന്തുവായിരിക്കും? ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം.